സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നലെ ഞാൻ കണ്ടൊരു വാർത്ത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയത്തെ പറ്റിയാണ് കേട്ടോ. രാഹുൽ മാങ്കൂട്ടത്തലിന്റെ വിഷയം എവിടെ എത്തി നിൽക്കുന്നു, എവിടെ തുടങ്ങി, എന്താണ് ഇപ്പോഴത്തെ ഒരു അപ്ഡേറ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഹുലിനെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഈ ഒരു സംഭവം തുടങ്ങിയ അന്നു മുതൽ തന്നെ ഞാൻ പറയുന്നുണ്ട്, ഇത് രാഹുലിന്റെ പാർട്ടിയിലുള്ള ഈ തലമൂത്തപ്പന്മാർ മാത്രമാണ് രാഹുൽ മാങ്കൂട്ടത്തലിനെ കൊടുക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം യുവത്വവുമായിട്ടുള്ള വലിയ രീതിയിൽ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നല്ല അറിവുള്ള ജനഹൃദയങ്ങളിൽ നല്ല രീതിയിൽ ആഴ്ന്നിറങ്ങാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു കാര്യത്തിൽ സംശയമില്ല. അപ്പം അങ്ങനെ ഒരു നേതാവായിട്ട് രാഹുൽ വളർന്നു വരുമ്പോൾ ഇവിടെ തലമുടി നരച്ച ഇത്രയും വർഷത്തെ സേവന പാരമ്പര്യമുള്ള ഞങ്ങളൊക്കെ പിന്നെ എന്തിനിരിക്കുകയാണെന്നുള്ളൊരു ചോദ്യം ഇവരുടെയൊക്കെ ഉള്ളിൽ വന്നു. ആരുടെയാണ്? ഈ സ്വന്തം പാർട്ടിയിലുള്ള തലമുത്തപ്പന്മാരുടെ ഉള്ളിൽ. അങ്ങനെ വന്നപ്പോൾ രാഹുൽ ഇനി ഉയർന്നു വരണ്ട, അവനെ കൊടുക്കാനുള്ളൊരു മാർഗം എന്താണ്? എവിടെയോ ഒരു കല്യാണം കഴിഞ്ഞിട്ട് ആ ഭർത്താവിനെ ഉപേക്ഷിച്ച് അല്ലെ ആ ഭർത്താവിനെ ചതിച്ചുകൊണ്ട് രാഹുലുമായിട്ടൊരു കള്ള പരിപാടി നടത്തിയ ഒരു പെൺകുട്ടിയെ അങ്ങോട്ട് അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചു. ഞാനിത് അവഹേളിക്കുന്ന ഒന്നുമല്ല, ഇതാണ് സത്യാവസ്ഥ. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ ഇവർ കണ്ടെത്തിയ ഒരു മാർഗം അല്ലെ ഇവർ കണ്ടെത്തിയ ഒരു വജ്രായുധവും അത് തന്നെയാണ്. നമുക്കറിയാം, സ്ത്രീകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളെ ഒരു വജ്രായുധമാക്കിയോ അല്ലെ സ്ത്രീകളെ ഒരു വെറും ഒരു ആയുധമാക്കിയൊക്കെയാണ് പല ആളുകളും കളിക്കുന്നത്. അത് രാഷ്ട്രീയത്തിലാണെങ്കിലും അല്ലാതെയാണെങ്കിലും സിനിമയിലാണെങ്കിലും ഏതൊരു മേഖലയിലാണെങ്കിലും സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ആയുധമാണ്. അതിനായുധമാക്കി ഒരു മൂർച്ചയോടുകൂടി നിൽക്കാൻ തന്നെ സ്ത്രീകളും ഒരുങ്ങി നിൽക്കുന്നത് കാണുമ്പോൾ വല്ലാത്തൊരു സങ്കടകരമായ അവസ്ഥയാണ്. വേടന്റെ വിഷയത്തിൽ സമാനമായ സംഭവമാണ് ഉണ്ടായത്. എന്നാൽ ഇന്നിപ്പോൾ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ്, ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഗർഭചിത്രം നടത്താനായിട്ട് നിർബന്ധിച്ചു എന്നുള്ളായിരുന്നു മുൻപ് വന്നത്. ഇന്ന് വന്നിരിക്കുന്ന വാർത്തയിൽ രാഹുൽ തനിക്ക് ഈ പറയുന്ന ഗർഭം വേണം, രാഹുലിന് കുഞ്ഞിനെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നിർബന്ധിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും പിന്നെ യുവനടി ആരാണ് ഈ യുവനടി? റിനിയാൻ ജോർജ്. ഏത് സിനിമയിലാണ് റിനിയാൻ ജോർജ് അഭിനയിച്ചിട്ടുള്ളത്? എത്ര സിനിമകളുണ്ട്? സക്സസ്ഫുൾ ആയിട്ടുള്ള എത്ര സിനിമകളുണ്ട്? സക്സസ്ഫുൾ എന്ന് പോലും പറയണ്ട, എവിടെയെങ്കിലും മുഖം കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഒരു സിനിമ, ഒരു ജൂനിയർ ഹണിറോസ് ആണ് ഈ റിനിയാൻ ജോർജ് എന്ന് ഞാൻ പറഞ്ഞാൽ ആർക്കും തള്ളിക്കളയാൻ പറ്റില്ല. ഇപ്പൊ റിനിയാൻ ജോർജ് അന്ന് ഈ പരാമർശം നടത്തിയപ്പോൾ പറഞ്ഞത് പേര് പറയാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നാണ്. ഇന്ന് ഇത്രയും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായി, താൻ ഒരുപാട് കോൺസിക്വൻസസ് നേരിട്ടു, എന്നിട്ടും പേര് പറയാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ റിനിയാൻ ജോർജ് കൊടുക്കുന്ന മറുപടി എന്താണെന്ന് കൂടെ ഞാൻ പ്ലേ ചെയ്യാം. ഇവർക്ക് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ചാനലായിട്ട് റിപ്പോർട്ട് ചാനലും മറ്റു അനുബന്ധ ചാനലുകളും ഒക്കെ ഉണ്ട്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പാർട്ടിയെ എതിർക്കുന്ന അല്ലെ രാഹുലിന്റെ വളർച്ചയെ എതിർക്കുന്ന അല്ലെ ഭയക്കുന്ന ചില ആളുകളാണെന്നുള്ളൊരു കാര്യത്തിലും ഒരു സംശയവും ആർക്കുമില്ലല്ലോ. ശരിക്കും റിനിയാൻ ജോർജ് എന്താണ് ഉദ്ദേശിച്ചതെന്നുള്ളതിന്റെ ഒരു രത്ന ചുരുക്കം ഞാൻ പറയാം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു വിപ്ലവം അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു വലിയ ഒരു പ്രശ്നം വരുന്നു, ആരോപണങ്ങൾ വരുന്നു. ആ ആരോപണങ്ങൾ വരുമ്പോൾ തന്നെ ഒരു അലിഗേഷൻ എൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ അങ്ങോട്ട് ഇടുകയാണ്. മാധ്യമങ്ങൾ എന്നെ യുവനടി എന്നുള്ളൊരു പേരിൽ വിളിക്കും. അപ്പോൾ എന്നെ അറിയാത്ത ഒരുപാട് ആളുകൾ ഞാനൊരു നടിയാണെന്ന് വിചാരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ട് തന്നെയും എന്നെ യുവനടി എന്നുള്ളൊരു പേരിൽ വലിയ ഹൈപ്പ് കിട്ടുമ്പോൾ കുറച്ചധികം സിനിമകൾ എനിക്ക് ചെയ്യാം. എൻ്റെ നിലപാടുകൾ കൊണ്ട് എനിക്ക് വലിയൊരു മനുഷ്യനാണ് അല്ലെങ്കിൽ വലിയൊരാളാണ് ഞാനെന്നുള്ള രീതിയിൽ കുറച്ച് സിനിമകൾ എനിക്ക് കിട്ടും, കുറച്ച് ചാൻസ് കിട്ടും, സെലിബ്രിറ്റി വാല്യൂ കിട്ടും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് റിനിയാൻ ജോർജ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയത്തിൽ ആവശ്യമില്ലാത്ത കാര്യത്തിൽ കയറി തലയിട്ടു. എന്നിട്ട് കിട്ടിയതെന്താണ്? കുറച്ചധികം ഇനോഗ്രേഷൻസ് ഒക്കെ കിട്ടിയല്ലേ. റിനിയാൻ ജോർജ് യുവനടിയാണെന്ന് പറഞ്ഞുകൊണ്ട് മഞ്ഞപ്പത്രങ്ങൾ മാത്രമാണ് ഇവരെ പൊക്കിക്കൊണ്ട് നടന്നത്. ഇവർ ഏത് സിനിമയിലാണ് അഭിനയിച്ചതെന്നുള്ളത് എനിക്കറിയില്ല. യുവനടി എന്നുള്ള പേരിൻ്റെ ഭാഗത്ത് വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണമായിരിക്കും, ഞാനത് ചേർക്കുന്നില്ല, ജനങ്ങൾ ചേർത്താൽ മതി. അപ്പോൾ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് എന്തോ വലുതാവാൻ വേണ്ടിയിട്ട് ചെയ്ത് അവസാനം പുലി പോലെ വന്നത് എലി പോലെ പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്ത് റിനിയാൻ ജോർജ് പറയുന്നത് അവർക്ക് ജീവിക്കാൻ സാധിക്കുന്നില്ല. ഈ ഒരു വിഷയത്തിൽ അവരാരുടെയും പേരൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷേ അവരെ എന്നിട്ട് കൂടിയും ആര് സിനിമയിലോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളിലോ ഒന്നും വിളിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ഇനോഗ്രേഷൻസ് ഇല്ല, എനിക്ക് ഇതിൻ്റെ പേരിൽ പൈസ ഉണ്ടാക്കണ്ട എന്നാണ് റിനിയാൻ ജോർജ് പറയുന്നത്. നമുക്ക് എല്ലാവർക്കും മനസ്സിലായില്ലേ എന്തിനു വേണ്ടിയിട്ടാണ് ഈ കളിക്കുന്നത് എന്നുള്ളത്, ആർക്ക് വേണ്ടിയിട്ടാണ് ഈ സാമ്പാർ തിളയ്ക്കുന്നത് എന്നുള്ളത്. അപ്പോൾ അങ്ങനെ റിനിയാൻ ജോർജ് എന്തൊക്കെയോ ചെയ്തിട്ട് ഇപ്പം നാണം കെട്ടിട്ട് അവസാനം വന്നിട്ട് നമ്മുടെ മാധ്യമത്തിൽ അതായത് റിപ്പോർട്ട് ചാനൽ കൊടുക്കുന്ന ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ അതൊന്ന് പ്ലേ ചെയ്തിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ എന്താണ് മാധ്യമങ്ങൾ പറയുന്നതെന്നും എന്താണ് രാഹുൽ ഈശ്വറിന്റെ നിലപാടെന്നും ഞാൻ അതുകൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പം നേരെ നമുക്ക് പോകാം റിനിയാൻ ജോർജ്, യുവനടി റിനിയാൻ ജോർജിന്റെ പരാമർശങ്ങളിലേക്ക്. സത്യം പറഞ്ഞാൽ അതിനുശേഷം ഇന്ന് വരെ ഞാൻ ഒരു രൂപ പോലും സമ്പാദിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇത്രയും ദിവസം ഞാൻ അറ്റൻഡ് ചെയ്ത ചില ഇന്റർവ്യൂസ് ഒക്കെ ഒഴികെ നമുക്കൊരു വർക്ക് കിട്ടിയിട്ടില്ല. ചലച്ചിത്ര മേഖലയിലുള്ളവർ പോലും വിളിച്ചിട്ട് നീ അങ്ങനത്തെ ഒരു സ്ത്രീ അല്ലേ, നിനക്കിനി എന്ത് കിട്ടുമെന്നാണ് നീ വിചാരിക്കുന്നത്, നീ പട്ടിണിയാകും എന്ന തരത്തിൽ പോലും എന്നോട് സംസാരിച്ചു. പിന്നെ ഞാൻ പൈസ വാങ്ങിയാണ് ഇത് ചെയ്തിരിക്കുന്നത്, മറ്റു പാർട്ടിക്കാരുടെ ആളാണ് ഞാൻ എന്ന തരത്തിലൊക്കെ, അത് നമുക്കും നമ്മുടെ ഫാമിലിക്കും ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. എൻ്റെ പിതാവിനെയൊക്കെ പലരും ചീത്ത പറഞ്ഞു.
അതായത് നിങ്ങളുടെ മകൾ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അനുഭവിച്ചു, ഞങ്ങൾ ഫേസ് ചെയ്ത വിഷമം എന്തുമാത്രമാണെന്ന് ഞങ്ങൾക്കേ അറിയുള്ളൂ. പക്ഷെ ഒരു കാര്യം, ഞാൻ ആരെയും പേരെടുത്ത് പറഞ്ഞ് ഡിഫെയിം ചെയ്തിട്ടില്ല എന്ന് ആലോചിക്കണം. അപ്പൊ പേരെടുത്ത് പറയുന്ന പരാതിയായിട്ട് പോകുന്ന ഒരു പെൺകുട്ടിയുടെ അവസ്ഥ എന്തായിരിക്കും അതാണ് റിനി. ഇനിയിപ്പോൾ റിനിക്ക് ആ പേര് പറയാമല്ലോ. അന്ന് റിനി കെയേഴ്സ് എന്നതിലൂടെ ഒരു സൂചന മാത്രമാണ് നൽകിയത്. അപ്പോൾ യെസ് വി ഡു കെയർ എന്ന് സമൂഹം പറയുന്നു, സർക്കാർ പറയുന്നു. ഇനിയിപ്പോൾ ആ പേര് ഇപ്പോൾ പുറത്തു വന്ന ഈ ലൈംഗികാരോപണ നിർബന്ധിത ഗർഭഛിദ്ര പരാതിയിലുള്ള ആളുടെ പേര് തന്നെയല്ലേ? അല്ല, ഞാൻ അതിനെക്കുറിച്ച് പേര് പറഞ്ഞ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ചെയ്തത് എന്ന് പറയുന്നത്, ഞാനൊരു ജേർണലിസ്റ്റ് ആയിരുന്നു. ഒരു ജേർണലിസ്റ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അനുഭവിച്ച ഒരു കാര്യം ഞാനത് സമൂഹത്തിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. അത് സമൂഹം ഏറ്റെടുത്തിട്ടുണ്ട്. എനിക്ക് ആരെയും പേരെടുത്ത് പറയാനും എനിക്കൊരു നീതി എന്നുള്ളതല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം എൻ്റെ നീതി ഞാൻ തന്നെ നടപ്പാക്കിയിട്ടുണ്ട്. ഞാൻ ആ വ്യക്തിയോട് കൃത്യമായിട്ട് പറഞ്ഞു എൻ്റെ അടുത്ത് ഇത് നടക്കില്ല എന്നുള്ളത് കൃത്യമായി ഞാൻ ബോധിപ്പിക്കുകയും ചെയ്തു. എനിക്ക് ശാരീരികമായി യാതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല. കുറച്ച് മെസ്സേജുകൾ വന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതിൻ്റെ പേരിൽ ഞാൻ നിയമ നടപടിക്ക് പോകുന്നില്ല എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. പിന്നെ ഞാനായിട്ട് ഒരു വ്യക്തിയും പേരെടുത്ത് പറഞ്ഞ് ഇൻസൾട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അയാൾ തെറ്റ് തിരുത്തിയാൽ അയാൾക്ക് നല്ലത് എന്ന് മാത്രമേ പറയാനുള്ളൂ. തിരുത്താൻ പറ്റാത്ത അത്രയും തെറ്റുകളാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്നാൽ പോലും ഇനിയെങ്കിലും ആ തെറ്റുകൾ തിരുത്തണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ പൊതുസമൂഹത്തോട് പറയാനുള്ളത്, ഒരു സ്ത്രീയും പുരുഷനും ചെയ്ത കാര്യത്തിൽ സ്ത്രീക്ക് കുറ്റമില്ലേ പുരുഷനും കുറ്റമില്ലേ എന്നൊക്കെ ചോദിക്കുന്നവരോട് നിങ്ങൾ ചെയ്യുന്നത് എന്തുമാത്രം തെറ്റാണ് നിങ്ങൾ ആലോചിക്കുക. ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്ത്രീയെ മാത്രം കല്ലെറിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. സ്ത്രീകൾക്കും തെറ്റുപറ്റാം, സ്ത്രീകൾക്കും വികാരങ്ങൾ ഉണ്ടാവും. ഇപ്പൊ ഞാൻ അയാളുടെ വലയിൽ വീണില്ല എന്ന് കരുതി മറ്റൊരു സ്ത്രീക്ക് ചിലപ്പോൾ അങ്ങനെ ഒരു വികാരം തോന്നി പോയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അയാൾ വിവാഹം കഴിക്കുമെന്ന് കരുതിയിട്ടുണ്ടാവും. അങ്ങനെ പറ്റിയ ചെറിയ തെറ്റുകൾ സ്ത്രീ എന്റെ മോനെ വിഷയം സാധനമാണ് കേട്ടോ, വിഷയം. എനിക്ക് ആരുടെയും പേര് പറയാൻ താല്പര്യമില്ല. ഞാനൊരു ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്ത ഒരാളാണ്. എൻ്റെ നീതി ഞാൻ നടപ്പിലാക്കി. എനിക്കിനി ആരുടെ സഹായം ഒന്നും വേണ്ട. പിന്നെ എന്ത് കാണിക്കാനാണ് സ്ത്രീയെ നിങ്ങൾ ഈ പറയുന്ന പരാമർശവുമായിട്ടൊക്കെ വന്നത്? ഈ സുജയെ എന്തൊക്കെ കിട്ടും? രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങ് തിന്ന് കളയാമെന്ന് വിചാരിച്ച് ചോദിച്ചാണ്. ചമ്മി നാറിപ്പോയി എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. കഷ്ടം. റിനിയാൻ ജോർജിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ആകെ ഫേമസ് ആവാൻ വേണ്ടിയിട്ട്, കുറച്ച് ഫെയിം കിട്ടാൻ വേണ്ടിയിട്ട് രാഹുലിന്റെ വിഷയത്തിൽ കയറി കടിക്കാമെന്ന് വിചാരിച്ചാണ്. അത് വല്ലാത്തൊരു പണിയായിപ്പോയി. കിട്ടിയത് 8ന്റെ പണിയാണെന്നുള്ളത് തന്നെ നമുക്ക് ഇവിടെ മനസ്സിലാവുന്നത്. റിനിയാൻ ജോർജ് പിന്നെ എടുത്തു പറയുന്നൊരു കാര്യമുണ്ട്. ഒരാളുടെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് ഒരു പെൺകുട്ടി ഒരു പരാതിയുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടി ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു കോൺസിക്വൻസസ് അത് എത്രത്തോളം ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായെന്ന്. റിനിയോട് എനിക്കൊരു കാര്യം പറയാനുള്ളത്, റിനിയാൻ ജോർജെ യുവനടി, നിങ്ങൾ തന്നെ അവകാശപ്പെടും നിങ്ങൾ യുവനടിയാണ്. ഓക്കെ, ആയിക്കോട്ടെ, ഞാൻ അതിനെ ഒന്നും പറയുന്നില്ല, നിങ്ങൾ യുവനടി ആയിക്കോട്ടെ. നിങ്ങൾ പറയുന്നത് പോലെ ഈ സമൂഹത്തിൽ ഒരുപാട് വിഷയങ്ങൾ, ഒരുപാട് അനുബന്ധ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊക്കെ ഇരയാക്കപ്പെട്ട പെൺകുട്ടികൾ രംഗത്തേക്ക് വന്നിട്ട് ഞങ്ങളെ ഇങ്ങനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടോ ശരിയുണ്ടോ എന്ന് മനസ്സിലാക്കി ജനങ്ങൾ അവരെ ശരിയാണെങ്കിൽ അവരെ അനുകൂലിക്കുകയും അവർ പറയുന്നത് തെറ്റാണ്, വെറുതെ എന്തിനോ വേണ്ടിയിട്ട് ഒരു സ്വാർത്ഥ താല്പര്യത്തിന്റെ പേരിലാണ് വന്ന് പറയുന്നതെങ്കിൽ അവരെ പ്രതികൂലിച്ചുകൊണ്ടും അവർക്കെതിരെ വിമർശനാത്മകമായിട്ട് സംസാരിക്കാറുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ടല്ലേ. നിങ്ങൾക്ക് വായിൽ തോന്നുന്നെല്ലാം വിളിച്ചു പറയാൻ നിങ്ങൾ വിചാരിക്കുന്നത് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ നിങ്ങൾ വിചാരിച്ചത് കൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരു പരാതിയുമായിട്ട്, അല്ലെ രാഹുൽ എന്ന് നിങ്ങളൊരു പേര് പോലും പറയാതെ രംഗത്തേക്ക് വന്നത്. എന്നിട്ടിപ്പോ എന്തായി? ചോദിക്കുമ്പോൾ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരമില്ല. അവിടെ ഇവിടെയും തൊടാതെ എന്തൊക്കെയോ പറഞ്ഞ് മെഴുകുന്നു. കഷ്ടമായി പോയി. പാവം എന്തൊക്കെയോ റീച്ച് ആവാൻ വേണ്ടിയിട്ട് ചെയ്തതാണ്. ഇനി രാഹുൽ ഈശ്വറിന്റെ അടുത്ത് ഈ വിഷയത്തെപ്പറ്റി ചോദിക്കുമ്പോൾ രാഹുൽ ഈശ്വർ കൊടുക്കുന്ന ഒരു മറുപടി ഉണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേട്ട് നോക്കിയിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. റിനി വളരെ നന്നായി സംസാരിച്ചു. റിനി പറഞ്ഞ കാര്യങ്ങളോടൊന്നും യോജിപ്പില്ലെങ്കിലും വളരെ മനോഹരമായ ഫ്ലോയിൽ സംസാരിച്ചു. അതിനെ കമന്റ് ചെയ്യുന്നു. അതോടൊപ്പം രണ്ടാമത്തെ പോയിന്റ്, സ്മൃതിജി താങ്കൾക്കറിയാമല്ലോ ഈ പെൺകുട്ടിയെ എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കും? ഓൾറെഡി മറ്റൊരാളുമായി വിവാഹം ചെയ്ത, ആ വിവാഹം മറച്ചുവെച്ച് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിച്ച ഈ പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിന് എങ്ങനെയാണ് വിവാഹം കഴിക്കാൻ സാധിക്കുക? 2024 ഞാൻ പറയുന്ന ഓരോ വാക്കുകൾക്ക് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ടാണ് പോകുന്നത്. ഞാൻ പറയുന്നതിൽ ഒരു വസ്തുത തെറ്റിയാൽ പോലീസ് എന്നെയും അറസ്റ്റ് ചെയ്യണം. 2024 ഓഗസ്റ്റിന് ഓൾറെഡി മറ്റൊരു പുരുഷനുമായി കല്യാണം കഴിച്ച ഈ പെൺകുട്ടി 2025 മാർച്ച് ആകുമ്പോഴേക്കും രാഹുൽ മാങ്കൂട്ടത്തിൽ, അല്ലെങ്കിൽ ആ സമയത്ത്, അതിന് കുറച്ചു മുമ്പേ ബന്ധമുണ്ട്, ഇവരുമായി ബന്ധം സ്ഥാപിച്ചപ്പോൾ ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് തെറ്റൊന്നുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കും തോന്നാത്തത് എന്താ? എന്താ പയ്യന് രാഹുൽ ഈശ്വർ രണ്ടുപേരുടെ വ്യക്തിപരമായ ബന്ധത്തെ കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത്. അതിനുശേഷം ആ പെൺകുട്ടി അനുഭവിക്കേണ്ടി വന്ന കാര്യമാണല്ലോ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നോക്കൂ, അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകരുത് രാഹുൽ ഈശ്വർ, അത് പോകരുത്. നമ്മുടെ ചർച്ചയിൽ അത് പോയി കൂടാ.
അവരുടെ വ്യക്തിപരമായ ഡീറ്റെയിൽസിലേക്ക് പോകണ്ട. രാഹുലും പരാതിക്കാരിയും മതി. ഞാൻ എല്ലാ ബഹുമാനത്തോടെയും ചോദിച്ചോട്ടെ, ഇത്രയും നാള് രാഹുൽ മാങ്കൂട്ടത്തിലെ വ്യക്തിപരമായി വലിച്ചു കീറിയപ്പോ ഇല്ലാത്തൊരു അവധാനത പെട്ടെന്ന് സ്മൃതി മാഡത്തിന്റെ സ്വരത്തിന് വന്നത് കണ്ടോ? അല്ല രാഹുൽ നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ നമ്മൾ ചർച്ച നടത്തുന്നത്? രാഹുൽ നമ്മൾ കേട്ട കാര്യങ്ങളിലല്ലേ ചർച്ച നടത്തുന്നത്? രാഹുൽ പക്ഷ വെക്കാതിരിക്കൂ. രാഹുൽ കേൾക്കൂ. നമ്മൾ പുറത്തേക്ക് വന്ന ശബ്ദരേഖകളിലാണ് ചർച്ച നടത്തുന്നത്. രാഹുൽ, ആ ശബ്ദരേഖകളിൽ അങ്ങേക്ക് സമയമാണ്. അല്ല, അങ്ങേ ഞാൻ ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ഇല്ല, ഇടപെട്ടത് വേറൊന്നും കൊണ്ടല്ല. ആ പെൺകുട്ടിയുടെ മറ്റു കാര്യങ്ങളോട് വെളിപ്പെടുത്തരുത്. മറ്റു കാര്യങ്ങൾ വെളിപ്പെടുത്തരുത്. ആണ് ഉറപ്പായിട്ടും. അത് നമ്മുടെ വിഷയമല്ല. അത് നമ്മുടെ വിഷയമല്ല. രാഹുൽ ആ ബന്ധത്തിൽ തുടരുമ്പോഴും അതൊരു വിഷയമായിരുന്നില്ല. രാഹുൽ ഈശ്വർ രാഹുൽ മാങ്കൂട്ടത്തിൽ ആ പെൺകുട്ടിയുമായി നടത്തിയ ശബ്ദ സംഭാഷണമാണ് നമ്മൾ കേട്ടത്. അതിലൊന്നും തന്നെ ഈ വിഷയം കടന്നു വന്നിട്ടില്ല. അവർക്കിടയിലെ ബന്ധം, ആ ബന്ധത്തിൽ അയാൾ കാണിച്ച ചതിയാണ് ശബ്ദരേഖയായി പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത് അയാൾ നിഷേധിക്കാത്ത കാലത്തോളം രാഹുൽ ഈശ്വരത്തിനാണ് ഇത്രത്തോളം ബഹളം വെക്കുന്നത്. അയാൾ നിഷേധിച്ചോ? അതെന്റെ ശബ്ദമല്ലെന്ന് നിഷേധിച്ചോ? ആ പെൺകുട്ടിയുമായി ബന്ധമില്ല എന്ന് നിഷേധിച്ചോ? നിയമപരമായി നേരിടുമെന്നല്ലേ പറഞ്ഞുള്ളൂ. എനിക്ക് 10 സെക്കൻഡ് തരാമോ? അങ്ങേക്ക് പറയാം. 10 കൂടുതൽ സമയം ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ആ പെൺകുട്ടി ഓൾറെഡി മറ്റൊരാളുമായി മാരീഡ് ആണ്. ഈ വസ്തുത നിങ്ങൾ എത്ര കാലം മറച്ചു വെക്കും? എനിക്കിത് അറിയാന്നില്ല. ഇത്രയും കാലം ഞാൻ പറഞ്ഞോ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പെൺകുട്ടിയുടെ പ്രിവസി രക്ഷിക്കണമെന്ന് വെച്ചാ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത് പറഞ്ഞാ പോരെ? എന്തുകൊണ്ടാ പറയാത്തത്? ആ പയ്യന്റെ മാന്യതയാണ്, ആ ചെറുപ്പക്കാരന്റെ മാന്യതയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന MLA-യുടെ മാന്യത കാരണമാണ് ആ മാന്യതയല്ലേ നമ്മൾ ശബ്ദരേഖയിലൂടെ കേട്ടത്. കണ്ടില്ലേ, മാധ്യമങ്ങൾക്ക് എന്തൊരു രോഷമാണ്, അല്ലെ എന്തൊരു വെപ്രാളമാണ് ഒരാളെ കൊടുക്കാനായിട്ട്, അല്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ സരിത എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട സ്ത്രീ വന്നപ്പോഴും ഇതേ ആർജവും ഇതേ ഊർജവും ഒക്കെ ആയിരുന്നു ഇവർ കാണിച്ചത്. അപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വരുമ്പോഴും ഇതേ ഊർജം തന്നെ കാണിക്കണ്ടേ? അല്ലേ മഹാപ്രകളെ? മഞ്ഞപ്പത്ര പരിപാടികളൊക്കെ കാണിക്കുമ്പോൾ കുറച്ചെങ്കിലും ഒക്കെ ലോജിക്ക് വേണ്ടേ? ഒരു കാര്യത്തെപ്പറ്റി രാഹുൽ ഈശ്വർ ചോദിക്കുന്നു. ആ സ്ത്രീയുടെ അവരുടേതായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള അവരുടെ പ്രൈവസിയെ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. എന്നാൽ ഒരു പുരുഷന്റെ ആണെങ്കിലോ അത് കുഴപ്പമൊന്നുമില്ല, പുരുഷനല്ലേ, അവൻ്റെ എത്ര വേണമെങ്കിലും പറയാം. ഈ ഇരട്ടത്താപ്പുണ്ടല്ലോ, ഈ ഡബിൾ ഫാദർ സിൻഡ്രോം ഉണ്ടല്ലോ, ഇതിനെ ചോദ്യം ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാഹുൽ ഈശ്വർ എന്ന് പറയുന്നൊരു വ്യക്തി ഇവിടെ നിലനിൽക്കുന്നത്, അല്ലെ ഇങ്ങനെ സംസാരിക്കുന്നത്. അത് സംസാരിക്കുമ്പോൾ അതിൽ ബുദ്ധിമുട്ട് തോന്നുന്ന പല ആളുകളുമുണ്ട്. രാഹുൽ ഈശ്വർ അത് വീണ്ടും എടുത്ത് പറയുന്നത് ആ പെൺകുട്ടി മാരീഡ് ആണെന്നുള്ളത്. അങ്ങനെയുള്ളൊരു പെൺകുട്ടി എങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കാൻ സാധിക്കും? അല്ലെങ്കിൽ ആ പെൺകുട്ടി തന്നെ അറിയാം ഒരു ഭർത്താവുണ്ട്, ഒരു കുട്ടിയുണ്ടെന്നൊക്കെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കുക. അങ്ങനെയുള്ള ഒരു സ്ത്രീ രാഹുൽ മാങ്കൂട്ടത്തിലുമായിട്ട് ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ചിന്താഗതി എന്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2 കൈകൾ കൂട്ടിയടിച്ചാലേ ശബ്ദം ഉണ്ടാവുമെന്ന് പറയാറുണ്ടല്ലേ, പണ്ടുള്ള പഴഞ്ചൊല്ല്. ഇപ്പോഴും അത് പ്രാവർത്തികമായി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെയെങ്കിൽ ഇത് ആരുടെ ഭാഗത്താണ് തെറ്റ്? ഒരാളെ മാത്രം എങ്ങനെയാണ് തെറ്റുകാരനാക്കാൻ സാധിക്കുക? ഇത് ഇങ്ങനെ ഒരു ചെറിയ ചോദ്യമേ ഉള്ളൂ. ഒരുപാട് കാര്യങ്ങളൊന്നും ഞാൻ ചോദിക്കുന്നില്ല. 2 പേരുടെയും ഭാഗത്ത്, 2 പേരുടെയും പൂർണ്ണ സമ്മതത്തോടുകൂടി നടന്നൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ശാരീരിക ബന്ധം, പിന്നെ എങ്ങനെയാണ് ഒരാളുടെ ഭാഗത്ത് മാത്രം തെറ്റാവുന്നത്? വേടനെതിരെയും ഇതേ കളികളാണ് കളിച്ചത്. അയാളുടെ ഉയർച്ചയിൽ ആർക്കൊക്കെ പൊട്ടുന്നുണ്ട്, അല്ലെങ്കിൽ ആർക്കൊക്കെ കൊള്ളുന്നുണ്ട്. ആ കൊള്ളുന്നതിന്റെ സ്ഫുരണങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വേടനെതിരെയും കളിച്ച കളി ഇത് തന്നെയാണ്. എന്നിട്ട് എന്തായി? വേടനെതിരെ കേസ് എവിടെ? വേടൻ പരിപാടികൾ ചെയ്യുന്നില്ലേ? വേടന് സ്വീകാര്യത കിട്ടുന്നില്ലേ? ജനങ്ങൾ വേടനെ അംഗീകരിക്കുന്നില്ലേ? ജനങ്ങൾ വേടനെ സ്വീകരിക്കുന്നില്ലേ? വേടന് പണ്ട് കിട്ടിയതിനേക്കാൾ 100 മടങ്ങ് ഇരട്ടിയാണ് ഇപ്പോൾ കിട്ടുന്ന സ്വീകാര്യത എന്നുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ റിനി ആൻ ജോർജ് എന്തിനു വേണ്ടിയാണ് സംസാരിച്ച് വന്നതെന്നും, ഇതുപോലെ തന്നെ ഒരു അവന്തിക എന്ന് പറയുന്ന ട്രാൻസ് വുമൺ എന്തിനാണ് വന്നതെന്നുള്ളതും, അവരൊക്കെ എവിടെ പോയി? പുലി പോയെടുത്ത് അതിന്റെ പൂട പോലും ഇല്ല എന്ന് പറയാം, ആട് പോയെടുത്ത് ആടിന്റെ പൂട പോലും ഇല്ല എന്ന് പറയുന്നത് പോലെ എവിടെയൊക്കെയോ പോയിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില വൃത്തികെട്ട ചിന്താഗതികൾ കൊണ്ട് ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ഒരാണൊരുത്തനെ അങ്ങ് തകർത്ത് കളയാമെന്ന് വിചാരിച്ച് വന്നതാണെങ്കിൽ അത് നടക്കില്ല. ഞാൻ ഒരു പാർട്ടിയും ഞാൻ അംഗീകരിച്ചാൽ ഒരു പാർട്ടിയുടെയും കൂടെ നിന്ന് സംസാരിക്കുന്ന ആളല്ല. ഇത് പുരുഷന്മാർക്കെതിരെ നടക്കുന്നതുകൊണ്ട് മാത്രം ഞാൻ സംസാരിക്കുന്നതാണ്. അല്ലാതെ കമ്മ്യൂണിസ്റ്റ് എന്നോ കോൺഗ്രസ് എന്നോ BJP എന്നോ ഒന്നും എനിക്കില്ല. ആരാണെങ്കിലും കൊള്ളരുതായ്മ കണ്ടാൽ നമ്മൾ അങ്ങനെ തന്നെ പറയും. ഉമ്മൻചാണ്ടിയുടെ വിഷയത്തിൽ ആരും ഒന്നും പ്രതികരിച്ചില്ല. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ മരിക്കുന്നത് വരെ ഒരു കുറ്റക്കാരന്റെ കണ്ണിൽ അല്ലെങ്കിൽ ആ ഒരു നിഴലിൽ തന്നെ ജീവിക്കേണ്ടി വന്നു. മരണശേഷമാണ് എല്ലാവർക്കും മനസ്സിലായത് അയാൾ കുറ്റക്കാരനല്ല, അയാൾ നല്ലൊരു മനുഷ്യനാണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ നടക്കാൻ പോകുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ മരിക്കണമെന്നൊന്നുമില്ല, പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ മരിക്കുന്നതിന് മുൻപ് തന്നെ അയാൾ എന്തായിരുന്നു എന്നുള്ളത് അയാൾ തന്നെ തെളിവാക്കും, അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സിലാക്കും എന്നുള്ളത് ഞാൻ എടുത്തു പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ അവസാനിക്കുകയാണ്. അതോടൊപ്പം തന്നെ റിനി ആൻ ജോർജിന്റെ വിഷമം, റിനി ആൻ ജോർജ് എന്തിനു വേണ്ടിയാണ് ഈ സംസാരിച്ചതെന്നും ഇപ്പോൾ എന്തിനു വേണ്ടിയാണ് സംസാരിക്കുന്നതെന്നും എന്താണ് പേര് പറയാൻ ഇത്ര പേടി എന്നുള്ളതും നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഓക്കെ, ബൈ.